കാർഡിയോമയോപ്പതി കാർഡിയോമയോപ്പതി ടൈപ്പ് ഉണ്ട്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി, റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. പിന്നെ വേറെ ഒരു 2 ടൈപ്പ് കൂടി ഉണ്ട്. അപ്പം ആദ്യം ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാം. ഒരു പേഷ്യൻ്റ് വരാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു 20 to 23 ഇയർ ഓൾഡ് പേഷ്യൻ്റ് ഈ പെട്ടെന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് സഡൻ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് സഡൻ കാർഡിയാക് ഡെത്ത് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ലേ. അപ്പം അതായത് ഒരു യങ് ആയിട്ടുള്ള ആളിൽ ഈ സഡൻ കാർഡിയാക് ഡെത്ത് വരില്ല. അതിൽ ഏറ്റവും കോമൺ കോസ് ഈ പറയുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി കാരണമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കോമൺ ജെനറ്റിക് കാർഡിയാക് ഡിസോർഡർ. ഏറ്റവും കോമൺ ജെനറ്റിക് കാർഡിയാക് ഡിസോർഡറാണ്. അപ്പം ഇതൊരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ആണ് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത് സാർക്കോമിയർ ജീനാണ്. അതായത് MYH7 MYBPC3 ഈ ഒരു ജീനുമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മളെ വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി നടക്കും, LV ഹൈപ്പർട്രോഫി നടക്കും, RV ഹൈപ്പർട്രോഫി നടക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ LV ഹൈപ്പർട്രോഫിയാണ്. അത് എവിടെ? സെപ്റ്റൽ റീജിയൻ്റെ അവിടെ. അപ്പം ഇതൊരു ഏസിമെട്രിക്കൽ സെപ്റ്റൽ ഹൈപ്പർട്രോഫിയാണ്. അങ്ങനെ ഏസിമെട്രിക്കൽ സെപ്റ്റൽ ഹൈപ്പർട്രോഫി വരുന്ന സമയത്ത് നമ്മുടെ LV ഔട്ട്ഫ്ലോ ട്രാക്റ്റില്ലേ, അതിനവിടെ ഒബ്സ്ട്രക്ഷൻ വരും. ഈ ഒബ്സ്ട്രക്ഷൻ എന്താണ്? ഡൈനാമിക് ഒബ്സ്ട്രക്ഷനാണ്. എന്തുകൊണ്ടാണ് ഡൈനാമിക് ഒബ്സ്ട്രക്ഷൻ? കാരണം ഈ സിസ്റ്റോളിൻ്റെ സമയത്തില്ലേ നമ്മളെ മൈട്രൽ വാൽവിൻ്റെ ലീഫ്ലെറ്റ് ഇല്ലേ, അത് ആൻറ്റീരിയർ മോഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് ആൻറ്റീരിയർ മോഷൻ ഓഫ് ദി മൈട്രൽ വാൽവ് ലീഫ്ലെറ്റ്. അപ്പോൾ ആ ആൻറ്റീരിയർ മോഷൻ ഉള്ളതിനോണ്ട് ഒബ്സ്ട്രക്ഷൻ കൂടും സിസ്റ്റോളിൻ്റെ സമയത്ത്. അപ്പം അതാണ് ഈ ഒരു ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയുടെ പ്രത്യേകത. ഒരു ഡൈനാമിക് LV ഔട്ട്ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ ഈ ഒരു ഇത് വരുന്ന അയോർട്ടയുടെ താഴല സബ് അയോർട്ടിക് സ്റ്റിനോസിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേറെ പേരാണ് ഇഡിയോപതിക് ഹൈപ്പർട്രോഫിക് സബ് അയോർട്ടിക് സ്റ്റിനോസിസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ കോമൺ ആയി ഇപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അസിംറ്റമാറ്റിക് ആയിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് എക്കോ കൊടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഏസിമെട്രിക്കൽ സെപ്റ്റൽ ഹൈപ്പർട്രോഫി കാണുന്നത്. പേഷ്യൻ്റ് എന്തെങ്കിലും അസിംറ്റമാറ്റിക് ആയിരിക്കും. ചിലപ്പോൾ എന്താണ് പേഷ്യൻറ്റിന് ഒരു ഡിസ്നി ഓൺ എക്സേഷൻ വരാം. കാരണം അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടല്ലോ. ASൻ്റെ ഏകദേശം അതേ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനുണ്ടാവും. പിന്നെ ഫെറ്റീഗ് വരാം, കാരണം കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞിട്ട് ഫെറ്റീഗ് വരാം. ചിലപ്പം അറിത്മിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പാൽപിറ്റേഷൻ വരാം, അറിത്മിയ വരാം ക്ലിനിക്കൽ ഫീച്ചറായിട്ട്. പിന്നെ ആൻജൈന, കാരണം ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് കാരണം ആൻജൈന വരാം. പ്രീ സിൻകോപ്പൊക്കെ ആയിട്ട് വരാം. അപ്പം കാരണം കാർഡിയാക് ഔട്ട്പുട്ട് കുറയണ്ടേ. എന്താ സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിയൻ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഡ്യൂ ടു സെറിബ്രൽ ഹൈപ്പോപെർഫ്യൂഷൻ, അങ്ങനെ സിൻകോപ്പ് വരാം. പ്രീ സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കണ്ണിൽ ഇരുട്ട് കയറുന്ന മാതിരി ഇടയ്ക്ക് പറയും, അതാണ് പ്രീ സിൻകോപ്പ്. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പം സഡൻ കാർഡിയാക് ഡെത്ത് ആയിട്ടും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യാം. ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. സിംറ്റംസ്. ഇനി ഓൺ എക്സാമിനേഷൻ എന്താണ് കിട്ടുന്നത്? അപ്പോൾ ഓൺ എക്സാമിനേഷൻ നമ്മൾ പൾസ് നോക്കി. പൾസിൽ എന്താ കിട്ടുക? പൾസസ് ബിസ്ഫേരിയൻസ് ആണ് കിട്ടുക. ഇനി ആപ്പെക്സ് നോക്കി. ആപ്പെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡബിൾ ആപ്പിക്കൽ ഇമ്പൾസ് കിട്ടും. പിന്നെ നമ്മൾ ഹാർട്ട് സൗണ്ട്സ് നമ്മൾ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് അല്ലേ S2, അതിൽ ചിലപ്പോൾ നമുക്ക് പാരഡോക്സിക്കൽ സ്പ്ലിറ്റ് കിട്ടാം. അതായത് ആദ്യം P2 കോമ്പണൻ്റ് വരാം, പിന്നെ S4 ചിലപ്പം പ്രസൻ്റ് ആവാം, S4. സോ ഇതിൽ കിട്ടുന്ന മർമർ എന്താ? ഇതിലെ മർമർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ഓവർ ദി അപ്പെക്സ് റീജിയൻ ആയിരിക്കും കിട്ടുക. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. അതൊരു മിഡ് സിസ്റ്റോളിക് മർമറാണ്. ഇനി ചിലപ്പോൾ നമുക്ക് നമ്മളെ ഈ ആപ്പിക്കൽ ഏരിയയിൽ വയ്ക്കുകയാണെങ്കിൽ പാൻസിസ്റ്റോളിക് മർമർ കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മൈട്രൽ വാൽവിൻ്റെ ലീഫ്ലെറ്റ് ഈ സിസ്റ്റോളിൻ്റെ സമയത്ത് ആൻറ്റീരിയർ മോഷൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആൻറ്റീരിയർ മോഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു MR ഡെവലപ്പ് ചെയ്യും. അതായത് വാൽവ് ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട്, കാരണം പാൻസിസ്റ്റോളിക് മർമർ ഡെവലപ്പ് ചെയ്യും MR ഉണ്ടാകുമ്പോഴല്ലേ. അപ്പോൾ ഈ ആൻറ്റീരിയർ മോഷൻ സിസ്റ്റോളിക് ആൻറ്റീരിയർ മോഷൻ ഓഫ് ദി മൈട്രൽ വാൽവ് ലീഫ്ലെറ്റ് അല്ലേ. അപ്പം സിസ്റ്റോളിൻ്റെ സമയത്ത് ആൻറ്റീരിയറിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു MR ഉണ്ടായിട്ട് അവിടെ റീഗർജിറ്റൻ ബ്ലഡ് പോകുന്ന സമയത്ത് ഒരു പാൻസിസ്റ്റോളിക് മർമർ ഓവർ ദി അപ്പെക്സ് റീജിയനെ ഡെവലപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കോ എടുത്ത് നോക്കും, എക്കോ കാർഡിയോഗ്രാഫി. അപ്പം എക്കോ കാർഡിയോഗ്രാഫി നമുക്ക് LV ചേമ്പറും RV ചേമ്പറും കാണാം. അതിൽ LVയിലെ ആ സെപ്റ്റത്തിൻ്റെ അവിടെ ഹൈപ്പർട്രോഫി നമുക്ക് എക്കോയിലൊക്കെ കിട്ടും. അവിടെ ഏസിമെട്രിക്കൽ സെപ്റ്റൽ ഹൈപ്പർട്രോഫി കിട്ടും. പിന്നെ ഇതൊരു കാരണം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താ? കാരണം ഭയങ്കര ഹൈപ്പർട്രോഫി ആയതുകൊണ്ട് ഡയാസ്റ്റോളിക് ഹാർട്ട് ഫെയിലറാണ്. അത് നമുക്ക് മനസ്സിലാവും, ഡയാസ്റ്റോളിക് ഹാർട്ട് ഫെയിലറാണ്. അടുത്ത ECG എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ECG LV ഹൈപ്പർട്രോഫിയുടെ ഇത് കാണിക്കും. ECGയിൽ
എൽ വി ഹൈപ്പർട്രോഫിയുടെ ഫീച്ചേഴ്സ് കാണിക്കും. ഈവൻ ടി ഇൻവേർഷനൊക്കെ ചിലപ്പോൾ കാണാം. പിന്നെയാണ് നമുക്ക് ഹോൾട്ടർ മോണിറ്ററിങ്. അതായത് ഈ പേഷ്യൻറ്റിന് എന്തുകൊണ്ടാണ് ഹോൾട്ടർ മോണിറ്ററിങ് ഇമ്പോർട്ടൻ്റ്? കാരണം ഹോൾട്ടർ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 24 ഹവർ ECG നോക്കലാണ്, അത് മെഷർ ചെയ്യലാണ്, കാരണം മോണിറ്റർ ചെയ്യലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് അർദിമ്യ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. ഈ പേഷ്യൻസിന് അർദിമ്യ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അവർക്കൊക്കെ ഒരു VFib വരികയാണെങ്കിൽ സഡൻ കാർഡിയക് ഡെത്ത് ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ അർദിമ്യ അപ്പം ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമ്പിൾ ഒരു VFib ഈ ഇൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള VT ഒക്കെ അല്ലേ, അതായത് ഒരു ലെസ് ദാൻ 30 സെക്കൻഡ്സ് ജസ്റ്റ് വന്ന് പോവുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള ചാൻസ് കൂടുതലോ അതിനാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡിയാക് MRI ചെയ്യാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അങ്ങനെ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടോപ്സി ചെയ്യലോ. ഓട്ടോപ്സി ചെയ്യുമ്പം ഈ ഹാർട്ടിൻ്റെ ഹിസ്റ്റോപത്തോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മയോ ഫൈബർ ഡിസറേ, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈബേഴ്സ് ഫുള്ളൊരു ഡിസറേ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഈ പേഷ്യൻറ്റിന് എന്താണ് ഈ സഡൻ കാർഡിയ, അതായത് ഇപ്പോൾ ഇവർക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഒരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻറ്റിന് അവരുടെ സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള റിസ്ക് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾട്ടർ മോണിറ്ററിങ് ചെയ്തു. ഹോൾട്ടർ മോണിറ്ററിങ് ചെയ്തു, അതിൽ അവർക്ക് VT കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ മുന്നേ ഇവർക്ക് ഇടയ്ക്ക് കാർഡിയാക് അറസ്റ്റ് വന്നായിരുന്നു, എന്നിട്ട് CPR കൊടുത്ത് റിവൈവ് ചെയ്ത് ആ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഹൈ റിസ്ക് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ LV വോളിൻ്റെ തിക്നെസ് ഇല്ലേ, ആ LV വോളിൻ്റെ തിക്നെസ് മാക്സിമം ഗ്രേറ്റർ ദാൻ 30 mm ആണെങ്കിൽ. പിന്നെ ഈ പേഷ്യൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു അൺഎക്സ്പ്ലെയിൻഡ് സിൻകോപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ട്. ഇതൊക്കെ വരെ ഹൈ റിസ്ക്കുള്ള ആൾക്കാരിൽ പെടുത്തും. ഇനി നമ്മൾ ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, ഈ ഡയാസ്റ്റോളിക് ഫില്ലിംഗ് കൂട്ടും. അതായത് ഡയാസ്റ്റോളിക് ഫില്ലിംഗ് കൂട്ടുക. അങ്ങനെ കൂട്ടുന്ന ഡ്രഗ്സ് ഏതൊക്കെ? ഇപ്പോൾ ബീറ്റാ ബ്ലോക്കറും നോൺ ഡൈഹൈഡ്രോപിരിഡിൻ കാൽഷ്യം ചാനൽ ബ്ലോക്കറും. ഈ ബീറ്റാ ബ്ലോക്കർ ആകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ നമ്മൾ ഹാർട്ട് റേറ്റ് കുറയ്ക്കില്ല, അപ്പോൾ ഡയാസ്റ്റോളിക് ഫില്ലിംഗ് കൂടും. അങ്ങനെ ഫില്ലിംഗ് കൂടിയാൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫില്ലിംഗ് കൂടുന്ന സമയത്തെ നമ്മൾ ആ മൈട്രൽ വാൽവിൻ്റെ ലീഫിലിട്ട് ഇങ്ങനെ ആൻറ്റീരിയർലി മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് ഒബ്സ്ട്രക്ഷൻ കൂടുക. അപ്പം ഓൾറെഡി ബ്ലഡ് ഇതിൽ ചേമ്പറിലുണ്ടെങ്കിലേ അത് ആക്ച്വലി ഉള്ളോട്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഡയാസ്റ്റോളിക് ഫീലിംഗ് കൂട്ടുന്ന ഡ്രഗ്സ് കൊടുക്കും. 2 ഈ അയണോട്രോപ്പിക് ആക്ഷൻ നെഗറ്റീവ് അയണോട്രോപ്പിക് ആക്ഷനുള്ള മെഡിസിൻ കൊടുക്കും. ഈ നെഗറ്റീവ് അയണോട്രോപ്പിക് ആക്ഷൻ എന്നുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഡിസോപിരമൈഡ് എന്ന് പറഞ്ഞ മെഡിസിനാണ്, ഡിസോപിരമൈഡ്. അടുത്തതാണ് ഈ ഇവർക്ക് ഹൈ റിസ്ക് ഉണ്ട്, സഡൻ കാർഡിയാക് ഡെത്ത് വരാനുള്ള ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇവർക്കൊരു ഇംപ്ലാന്റബിൾ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അട്രിയലും ഇതുണ്ടാവും, അതായത് നമ്മൾ ഇംപ്ലാന്റബിൾ കാർഡിയോവാട്ടർ ഡീഫിബ്രിലേറ്ററാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അത് തന്നെ ആക്ച്വലി ഇത് ഈ എന്തെങ്കിലും അരിത്മിയ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് ഡീഫിബ്രിലേഷൻ കൊടുത്തോളും, ഇപ്പം ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുകയാണെങ്കിൽ. അപ്പം അടുത്തതാണ്, ഇപ്പം നമ്മൾ മെഡിക്കൽ തെറാപ്പി കൊടുത്തു, പക്ഷേ എന്നിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെന്ന് വെക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് സർജിക്കൽ മയക്ടമി എന്ന് പറഞ്ഞാൽ ഈ നല്ല ഹൈപ്പർട്രോഫി ആയിട്ടുള്ള സെപ്റ്റല്ലേ, അത് ആ മസിൽസ് നമ്മൾ സർജറി ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആൽക്കഹോൾ ഇഞ്ചെക്ട് ചെയ്യും. അതായത് ആൽക്കഹോൾ ബേസ്ഡ് സെപ്റ്റൽ ആബ്ലേഷൻ ഉണ്ട്, അതായത് ഈ ഇതിന് ആ സെപ്റ്റം ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പേഷ്യൻസിന് നമ്മൾ ഏതൊക്കെ ഡ്രഗ്സാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഒന്ന്, ഈ പ്രീലോഡ് കുറയ്ക്കുന്ന ഡ്രഗ്സും ആഫ്റ്റർ ലോഡ് കുറയ്ക്കുന്ന ഡ്രഗ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് പ്രീലോഡ് കുറയ്ക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് ഈ വെൻട്രിക്കിളിൽ ഡയസ്റ്റോളിൻ്റെ സമയത്ത് കൂടുതൽ ബ്ലഡ് ഉണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ കുറവായിരിക്കും. അപ്പോൾ പ്രീലോഡ് കുറയ്ക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെ? ഈ നൈട്രേറ്റ്സ്, ഡയോറിറ്റിക്സ്, ACE ഇൻഹിബിറ്റർ, ARB, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. പിന്നെ ആഫ്റ്റർ ലോഡ് കുറയ്ക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെ? ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കറില്ലേ, അമിലോഡിപ്പീൻ പോലുള്ളത്, അമിലോഡിപ്പീൻ പോലുള്ള, കാരണം അത് ഈ ആഫ്റ്റർ ലോഡ് ആക്ച്വലി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, കൂടുതൽ ബ്ലഡ് എക്സിറ്റ് ആവുമല്ലോ LVന്ന്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഡയാസ്റ്റോളിൻ്റെ സമയത്ത് ബ്ലഡ് കുറവായിരിക്കും, അപ്പോൾ ഒബ്സ്ട്രക്ഷൻ കൂടും. അപ്പോൾ ഈ ഡ്രഗ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യും. ഈ അമിലോഡിപ്പീൻ പോലുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. അമിലോഡിപ്പീൻ വരുന്നത് മറ്റേ ഡൈഹൈഡ്രോപിരിഡിൻ കാൽഷ്യം ചാനൽ ബ്ലോക്കറിലല്ലേ.